Hello students, control system session 1 ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന സിസ്റ്റം എന്താണെന്നാണ്. അപ്പോൾ സിസ്റ്റത്തിൽ ഒരു സിംഗിൾ വേരിയബിളോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫിസിക്കൽ വേരിയബിൾസോ പ്രസന്റ് ആണ്. അപ്പോൾ ഇതിലൊരു സിംഗിൾ ഫിസിക്കൽ വേരിയബിൾ ഉണ്ടാവാം, ഗ്രൂപ്പ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാവാം. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യും, ഒരു ഔട്ട്പുട്ട് തരും. ഓക്കെ, അപ്പോൾ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഒരു കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് തരുവാണെങ്കിൽ അതിനെയാണ് നമ്മളൊരു സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ട്യൂബ് ലൈറ്റ്, നമ്മൾ വോൾട്ടേജ് ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്, അപ്പോൾ അത് കത്തുമല്ലോ. അപ്പോൾ ബ്രൈറ്റ്നെസ് ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഈ ബ്രൈറ്റ്നെസ് നമുക്ക് കൺട്രോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ ഡിസൈൻ അനുസരിച്ചുള്ള ബ്രൈറ്റ്നെസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സിസ്റ്റം. ഇനി നമുക്ക് കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് നോക്കാം. കൺട്രോൾ സിസ്റ്റത്തിൽ നമുക്കൊരു ഔട്ട്പുട്ട് കൺട്രോൾഡ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മളെ കൺട്രോൾ സിസ്റ്റമാണ്. അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ കൺട്രോൾഡ് ഔട്ട്പുട്ടാണ്. ഇനി എന്താ ഈ കൺട്രോൾഡ് ഔട്ട്പുട്ട്? അപ്പോൾ എക്സാമ്പിൾ വെച്ച് നോക്കാം. സപ്പോസ് നമ്മളെ കയ്യിലൊരു ഫാനുണ്ട്, ഫാനിൽ റെഗുലേറ്റർ ഇല്ല. അപ്പോൾ റെഗുലേറ്റർ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഒരു ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് കൊടുക്കുന്നു, അത് ഔട്ട്പുട്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്നു, എന്തോ ഒരു സ്പീഡിൽ അത് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഡിസൈൻ അനുസരിച്ചുള്ള സ്പീഡിൽ അത് റൊട്ടേറ്റ് ചെയ്യും. ഇനി നമ്മൾ അതിലൊരു റെഗുലേറ്റർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? റെഗുലേറ്റർ കൊടുക്കുമ്പോഴത്തേക്ക് ഇൻപുട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ സെയിം ഇൻപുട്ട് നമുക്ക് പല പല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഔട്ട്പുട്ടിനെയാണ് നമ്മൾ കൺട്രോൾഡ് ഔട്ട്പുട്ട് എന്ന് പറയുക. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ എന്താ മോഡിഫിക്കേഷൻ വരുത്തുന്നത്? നമ്മൾ ഫാനിൽ ഒരു റെഗുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കപ്പോൾ അതിൻ്റെ ജനറലൈസ്ഡ് സ്ട്രക്ചർ നോക്കാം. അപ്പം നേരത്തെ നമുക്ക് സിസ്റ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സിസ്റ്റം മാത്രം ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു സാധാ ഔട്ട്പുട്ടാണ്, കൺട്രോൾഡ് ഔട്ട്പുട്ട് അല്ല. അപ്പോൾ കൺട്രോൾഡ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു കാര്യം കൂടി യൂസ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് കൺട്രോളർ എന്ന് പറയുന്നത്. ഫാനിൻ്റെ കേസിൽ റെഗുലേറ്ററാണ് കൺട്രോളർ. അപ്പോൾ ഒരു കൺട്രോളറും ഒരു സിസ്റ്റവും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു കൺട്രോൾ സിസ്റ്റം കിട്ടുന്നത്. ഇതാണ് നമ്മളെ ഇൻപുട്ട്. നമുക്ക് ഈ കിട്ടുന്ന ഔട്ട്പുട്ട് ഇപ്പോൾ കൺട്രോൾഡ് ഔട്ട്പുട്ടായി മാറി. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റം നോക്കാമേ. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റവും ഉണ്ട്, ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റവും ഉണ്ട്. ക്ലോസ് ലൂപ്പിൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം എന്നും വിളിക്കാറുണ്ട്. ആദ്യം ഓപ്പൺ ലൂപ്പ് നോക്കാം. ഓപ്പൺ ലൂപ്പ് നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെയാണ്. ആദ്യം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ഇൻപുട്ട് ഏതിലോട്ടാണ് കൊടുക്കുന്നത്? നമുക്കൊരു കൺട്രോളറിലോട്ട് കൊടുക്കാം. അപ്പോൾ കൺട്രോളറിൽ ഇൻപുട്ട് കൊടുത്തു, അതിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുത്തു നമ്മളെ സിസ്റ്റത്തിൽ കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട്, ഫൈനൽ ഔട്ട്പുട്ട് കിട്ടും. എന്ത് ഔട്ട്പുട്ടാണ്? കൺട്രോൾഡ് ഔട്ട്പുട്ട്. ഓക്കെ, ഇനി ഇൻപുട്ടിനെ നമ്മൾ റെഫറൻസ് എന്നും വിളിക്കാറുണ്ട്, അതേപോലെ എക്സൈറ്റേഷൻ എന്നും വിളിക്കാറുണ്ട്. അതേപോലെ ഔട്ട്പുട്ടിനെ നമ്മൾ റെസ്പോൺസ് എന്നും കൺട്രോൾ ഔട്ട്പുട്ട് എന്നും വിളിക്കാറുണ്ട്. പിന്നെ കൺട്രോളറിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ മാനിപ്പുലേറ്റഡ് വേരിയബിൾ എന്ന് വിളിക്കാറുണ്ട്. മാനിപ്പുലേറ്റഡ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കൺട്രോളറിൻ്റെ ഇൻപുട്ടിനെ നമുക്ക് ഒന്നെങ്കിൽ റെഫറൻസ് ആയിട്ട് വിളിക്കാം, അല്ലെങ്കിൽ എക്സൈറ്റേഷൻ ആയിട്ട് വിളിക്കാം. ഔട്ട്പുട്ടിനെ നമുക്ക് റെസ്പോൺസ് ആയിട്ട് വിളിക്കാം. എന്നിട്ട് കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ മാനിപ്പുലേറ്റഡ് വേരിയബിൾ ആണ്. ഇനി എന്താണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം? ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ ദ ഔട്ട്പുട്ട് ഹാസ് നോ കൺട്രോൾ ഓവർ ദ ഇൻപുട്ട്. ഔട്ട്പുട്ടിനെ ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിനെയാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. അപ്പോൾ സപ്പോസ് ഞാൻ ഇപ്പോൾ എടുക്കുന്ന സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു മോട്ടറാണെന്ന് വിചാരിച്ചോ. എനിക്കൊരു മോട്ടറാണുള്ളത്. അപ്പം മോട്ടറിൻ്റെ ഔട്ട്പുട്ട് എൻ്റെ 1500 RPM ആണ്. അപ്പോൾ ഇത് 1500 കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും അതിൻ്റെ സ്പീഡ് എത്ര തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം? 1500 തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ഇതിലെന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി. അപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്പീഡിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവും. സപ്പോസ് ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞ് 1400 ആയെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ 1400 ഞാൻ എന്താക്കണം? എൻ്റെ റിക്വയർഡ് സ്പീഡ് എത്രയായിരുന്നു? 1500. അപ്പം ഞാൻ ഈ 1400നെ 1500 ആക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇൻപുട്ടിനെ വേരി ചെയ്യാൻ പറ്റും അല്ലേ? ഇൻപുട്ടിനെ വേരി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്പീഡിനെ 1500 നമുക്ക് വരുത്താൻ പറ്റും. പക്ഷേ
ഈ ഇൻപുട്ടിനെ ഇപ്പോൾ ആരാ വേരി ചെയ്യുന്നത്? ഈ ഇൻപുട്ടിനെ നമ്മളാണ് വേരി ചെയ്യുന്നത്. നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് സ്പീഡ് കുറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ 1500 കിട്ടാൻ വേണ്ടി നമ്മൾ ഇൻപുട്ടിനെ മാറ്റി സ്പീഡ് 1500 ആക്കി. പക്ഷേ അത് നമ്മളാണ് ചെയ്യുന്നത്, സിസ്റ്റം അല്ല ചെയ്യുന്നത്. സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഇൻപുട്ടിനെ മാറ്റുകയല്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ഔട്ട്പുട്ട് ഇതാണ് എൻ്റെ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ഹാസ് നോ കൺട്രോൾ ഓവർ ദ ഇൻപുട്ട്. ആരാ ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്? നമ്മളാണ് ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്, സിസ്റ്റം അല്ല. അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് അല്ല കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ദ ഔട്ട്പുട്ട് ഹാസ് ഗോട്ട് നോ കൺട്രോൾ ഓവർ ദ ഇൻപുട്ട്. നമുക്ക് ഡിസ്റ്റർബൻസ് വന്ന് നമുക്ക് ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇൻപുട്ട് വഴി ഡിസൈഡ് ഔട്ട്പുട്ടിൽ എത്തിക്കാൻ പറ്റത്തില്ല. അതിനെയാണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രശ്നം മാറ്റാൻ വേണ്ടി നമുക്ക് ക്ലോസ് ലൂപ്പ് സിസ്റ്റം മനസ്സിലാക്കാം. അപ്പോൾ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ ഇത് നമ്മളെ കൺട്രോളർ ഉണ്ടായിരുന്നു. ഇത് നമ്മളെ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നേരത്തെ സെയിം എക്സാമ്പിൾ എടുക്കാം. അപ്പം നമ്മൾ ഈ സ്പീഡ് എത്രയായിരുന്നു? 1500 നമുക്ക് ആവശ്യം. പക്ഷെ എന്തോ ഡിസ്റ്റർബൻസ് വന്നു. അപ്പോൾ ഡിസ്റ്റർബൻസ് കാരണം എന്ത് സംഭവിച്ചു? ഇത് 1400 എത്തി. ഓക്കെ, അപ്പോൾ ഈ 1400 എത്തിയെന്ന് നമ്മളാണ് നോക്കിയത്. പക്ഷേ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ നമ്മുടെ സിസ്റ്റം തന്നെ അത് സെൻസ് ചെയ്യണം. അപ്പോൾ അത് സെൻസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു സെൻസർ യൂസ് ചെയ്യുന്നു. സിസ്റ്റം അറിയണമല്ലോ എത്ര സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പം നമ്മളിവിടെ ഒരു സെൻസർ കൊടുക്കുന്നു. ഇതിനെ തന്നെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി സെൻസർ സെൻസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ് സ്പീഡ് കിട്ടി? 1400. നമ്മളെ ആവശ്യം എത്രയായിരുന്നു? 1500 ആയിരുന്നു നമ്മളെ ആവശ്യം. അപ്പം നമ്മൾ ഈ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കും നമ്മളെ റെഫറൻസും വെച്ച് തന്നെ കമ്പയർ ചെയ്യായിരുന്നു. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഇതിന് നമുക്ക് പ്ലസ് ഇടാം, മൈനസ് ഇടാം. അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസമുണ്ട്, 100ൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം അനുസരിച്ച് നമ്മളെ കൺട്രോളറിന് സിഗ്നൽ കൊടുത്ത് കൺട്രോളർ നമുക്ക് ഡിസൈഡ് ഔട്ട്പുട്ടിൽ എത്തിക്കും. ഓക്കെ, അപ്പോൾ ഡിസൈഡ് ഔട്ട്പുട്ട് എത്രയാണ്? 1500 ആണ്. ഇപ്പം സപ്പോസ് ഇത് 1500 കറങ്ങുവാണ്. അപ്പോൾ 1500 കറങ്ങുവാണെങ്കിൽ എൻ്റെ സെൻസർ നോക്കുമ്പോഴത്തേക്ക് 1500. അപ്പോൾ ഇവിടെയും വരുന്നത് എത്രയാണ്? 1500. ഡിഫറൻസ് എത്രയാണ്? 0. ഡിഫറൻസ് 0 ആകുമ്പോഴത്തേക്ക് നോർമലായിട്ട് സിസ്റ്റം നോർമലി വർക്ക് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യും. 0 അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0, അപ്പോൾ അതിന് മനസ്സിലാവും സം മോഡിഫിക്കേഷൻ ഹാസ് ടു ബി ഡൺ ടു ദ സിസ്റ്റം. ഇതിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തണം. എന്തിനാ? ടു മേക്ക് ദ സ്പീഡ് 1500. ഓക്കെ, അപ്പോൾ അതിനെയാണ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ? ദ ഔട്ട്പുട്ട് ഹാസ് കൺട്രോൾ ഓവർ ദ ഇൻപുട്ട്. ഇൻപുട്ടിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ക്ലോസ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കാമേ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കി, ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്ന ഇതാണ്. ഇത് നമ്മളെ ഇൻപുട്ട് അല്ലെങ്കിൽ റെഫറൻസ്. ഇത് പ്ലസ്, ഇത് മൈനസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ വരുന്നത്? ഇവിടെ കൺട്രോളർ വരും. പിന്നെ ഇവിടെ എന്താ വരുന്നത്? നമ്മളെ സിസ്റ്റം വരും, ഓർ പ്ലാന്റ്. ഇവിടെ എന്താ? ഇവിടെ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുവാണ്. ഓക്കെ, ഇതാണ് ഒരു ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇതിനെ കുറച്ചൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്യാം. ഈ കൺട്രോളറിനെ ഞാൻ GC(S) എന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സിസ്റ്റത്തിനെ GS(S) എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൺട്രോളറും സിസ്റ്റവും എങ്ങനെയാണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുമ്പോൾ ഈ രണ്ട് ബ്ലോക്സിനെ, ഈ രണ്ട് ഗെയിനിനെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ നോക്കാമേ. അപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ ഗെയിൻ GC ആണ്, സിസ്റ്റത്തിൻ്റെ ഗെയിൻ GS ആണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ ഗെയിൻ ആക്കി മാറ്റാം. അതെന്താന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു GC(S) ഇൻറ്റു GS(S). രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. സീരീസ് ആണെങ്കിൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഫീഡ്ബാക്കിനെ ഞാൻ H(S) ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് നമ്മളെ ഇൻപുട്ട്, ഇത് നമ്മളെ ഔട്ട്പുട്ട്. ഇവിടെ പ്ലസ് മൈനസ്. ഇതിനെ തന്നെ എനിക്ക് വേണമെങ്കിൽ G എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എന്ത് കിട്ടും? എൻ്റെ സിസ്റ്റം ബിക്കംസ് ഇത് G ആണ്, ഇത് H ആണ്, ഇത് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഇതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ക്ലോസ് ലൂപ്പ് സിസ്റ്റം. ഇതെൻ്റെ ഇൻപുട്ട്,
ഇതെൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ക്ലോസ് ലൂപ്പ് സിസ്റ്റം. G is the forward path and H is the feedback. ഇനി നമുക്ക് കമ്പാരിസൺ നോക്കാമേ. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം, ക്ലോസ് ലൂപ്പ് സിസ്റ്റം, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്താണ്? ഓപ്പൺ ലൂപ്പ് സിസ്റ്റം സിമ്പിൾ ആൻഡ് എക്കണോമിക്കൽ ആണ്. അതാണല്ലോ, കാരണം അതിൽ ഫീഡ്ബാക്ക് ഒന്നുമില്ല, അപ്പോൾ സിമ്പിൾ ആണ്, എക്കണോമിക്കലും ആണ്. പക്ഷേ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ നമ്മൾ ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ സെൻസേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റം എന്തായി മാറും? കോംപ്ലക്സ് ആയി മാറും. അതുകൂടാണ്ട് അത് കോസ്റ്റ്ലി ആയി മാറും. കാരണം കുറച്ചുകൂടെ നമ്മൾ അതിൽ സെൻസറൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കോസ്റ്റ്ലി ആവും. പിന്നെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്താ? ഈസി ടു കൺസ്ട്രക്റ്റ് ആണ്. കുറച്ച് കോമ്പണൻറ്റേ ഉള്ളൂ, അതുകൊണ്ട് ഈസി ടു കൺസ്ട്രക്റ്റ് ആണ്. ഇവിടെ കൂടുതൽ കോമ്പണൻസ് ഉണ്ട്, സോ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്റ്റ്. ഇൻആക്യുറേറ്റ് ആൻഡ് അൺറിലയബിൾ ആണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഔട്ട്പുട്ട് ആക്യുറേറ്റും ആയിരിക്കത്തില്ല. പക്ഷേ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ നമുക്ക് ആക്യുറേറ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്, അത് റിലയബിൾ ആണ്, നമുക്ക് വിശ്വസിക്കാം. പിന്നെ ചേഞ്ച് ദ ഔട്ട്പുട്ട് ഇസ് നോട്ട് കറക്റ്റ് ഓട്ടോമാറ്റിക്കലി. അത് നമ്മളിപ്പോൾ നോക്കിയല്ലോ, നമ്മൾ സ്പീഡ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ 1400 ആയാൽ അതിനെ നമുക്ക് 1500 ഓട്ടോമാറ്റിക്കലി മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി മാറ്റാൻ പറ്റും. നമുക്ക് ഡിസൈർഡ് ഔട്ട്പുട്ടിലോട്ട് എത്താൻ പറ്റും. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം മോർ സ്റ്റേബിൾ ആണ്, പക്ഷേ ക്ലോസ് ലൂപ്പ് സിസ്റ്റം ലെസ് സ്റ്റേബിൾ ആണ്. ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ റെസ്പോൺസ് ഫാസ്റ്റ് ആണ്, കാരണം അതിൽ ഫീഡ്ബാക്ക് ഒന്നും ഇല്ലല്ലോ. ഇതിൽ ഫീഡ്ബാക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് റെസ്പോൺസ് സ്ലോ ആണ്. ഇതിൽ നമുക്ക് ഓപ്റ്റിമം റിസൾട്ട് കിട്ടത്തില്ല ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ. പക്ഷേ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒപ്റ്റിമൽ ആണ്. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം മോർ സെൻസിറ്റീവ് ആണ്, അതേപോലെ ക്ലോസ് ലൂപ്പ് സിസ്റ്റം ലെസ് സെൻസിറ്റീവ് ആണ്. ഈ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാമേ. അപ്പം നമ്മൾ ഇപ്പോൾ സിസ്റ്റം നോക്കി, ക്ലോസ് ലൂപ്പ് സിസ്റ്റം ആയിക്കോട്ടെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആയിക്കോട്ടെ, എന്ത് ആണെങ്കിലും നമുക്ക് എന്ത് കാണും? ഒരു ഇൻപുട്ട് കാണും, എന്നിട്ട് ഒരു ഔട്ട്പുട്ട് കാണും. ഞാൻ ഇൻപുട്ടിന് R(t) എന്ന് എഴുതാം, ഔട്ട്പുട്ടിന് C(t) എന്ന് എഴുതാം. ഓക്കെ, ഇത് രണ്ടും ടൈം ഡൊമെയിനിലാണേ. ഇനി ഞാൻ ഇതിൻ്റെ ലാപ്ലാസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ലാപ്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ഇൻപുട്ട് എന്തായി മാറും? R(s) ആയി മാറും. ഔട്ട്പുട്ടോ C(s). ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് in Laplace provided the initial conditions are 0. Okay, അപ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. എങ്ങനെയായിരിക്കണം ഔട്ട്പുട്ടും ഇൻപുട്ടും രണ്ടും ലാപ്ലാസിലായിരിക്കണം. എന്നിട്ട് ഇനീഷ്യൽ കണ്ടീഷൻ 0 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻ ലാപ്ലാസ് when the initial conditions are 0. അത് ഒരു രീതിയാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് അറിയാം. h(t) is the impulse response. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സിസ്റ്റത്തിൽ ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് വെച്ചാൽ ഇമ്പൾസ് സിഗ്നൽ ആണ്. അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എനിക്ക് അറിയാമെങ്കിൽ the transfer function is equal to the Laplace of the impulse response. ഈ കിട്ടുന്ന ഇമ്പൾസ് റെസ്പോൺസിന്റെ ലാപ്ലാസ് എടുത്താൽ നമുക്ക് ആ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മനസ്സിലാക്കാം. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഫോർ 0 ഇനീഷ്യൽ കണ്ടീഷൻസ്, അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് അറിയാമെങ്കിൽ ആ ഇമ്പൾസ് റെസ്പോൺസിന് എന്തെടുത്താൽ മതി? ആ ഇമ്പൾസ് റെസ്പോൺസിന്റെ ലാപ്ലാസ് എടുത്താൽ മതി. അപ്പോഴും നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. അടുത്തത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം ആണേ. അപ്പോൾ നമുക്ക് എന്താ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ക്ലോസ് ലൂപ്പ് സിസ്റ്റം ഇങ്ങനെയാണ് വരച്ചിരുന്നത്. ഇത് ഒരു സമ്മർ, ഇവിടെ നമ്മൾ G(s), ഫീഡ്ബാക്കിൽ ആരാവുള്ള H(s). ഇതെന്താ? പ്ലസ്, ഇത് മൈനസ്. എൻ്റെ ഇൻപുട്ട് R(s) എടുക്കാം, ഔട്ട്പുട്ട് C(s) എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് ആണ്. അപ്പം നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ പോസിറ്റീവ് ആകുമ്പോഴോ അവിടെ സമ്മറിൻ്റെ അടുത്ത് രണ്ടും പോസിറ്റീവ് ആണ്. ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്,
ഇത് G of S, ഇത് H of S, R of S, C of S. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത് പോസിറ്റീവ് ഫീഡ്ബാക്ക്, ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനും കൂടെ നോക്കാം. ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലേ? C of S by R of S ഫോർമുല എന്ന് വെച്ചാൽ G ഡിവൈഡഡ് ബൈ 1 പ്ലസ് GH ആണ്. ഇവിടെ നോക്കി, ഇവിടെ മൈനസ് വരുവാണെങ്കിൽ ഇവിടെ പ്ലസ് വരണേ, ഓപ്പോസിറ്റ് സൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്തായിരിക്കും? C of S by R of S is equal to G divided by 1 minus GH ആണ്. കാരണം എന്താ? ഇവിടെ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയ സ്ഥിതിക്ക് ഇവിടെ എന്ത് സൈൻ വരും? നെഗറ്റീവ് സൈൻ വരും. ഇനി നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാമേ. നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഓസിലേറ്റർ ആൻഡ് മൾട്ടി വൈബ്രേറ്ററിലാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ, എവിടെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നതെന്ന്. ഓസിലേറ്ററും മൾട്ടി വൈബ്രേറ്ററിലും യൂസ് ചെയ്യാറുണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്ക് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ആംപ്ലിഫയറിലാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ പോസിറ്റീവ് ഫീഡ്ബാക്കിൽ സ്റ്റെബിലിറ്റി ഡിക്രീസ് ആവും, പക്ഷെ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ആവും. പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ റീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ നെഗറ്റീവിൻ്റെ ഒപ്പം ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക്. റീജനറേറ്റീവ് ഫോർ പോസിറ്റീവ്, ഡീജനറേറ്റീവ് ഫോർ നെഗറ്റീവ് ഫീഡ്ബാക്ക്. നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ സ്റ്റെബിലിറ്റി നോക്കിയാൽ കൂടുതലാണ്. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ സിസ്റ്റത്തിൽ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്, മിക്ക സിസ്റ്റത്തിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോക്കാമേ. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഫോർ ആൻ LTI സിസ്റ്റം. LTI സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. ഒരു ലീനിയറും ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിന് മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത സിസ്റ്റം, നോൺ ലീനിയർ സിസ്റ്റം, ടൈം വേരിയൻറ്റ് സിസ്റ്റത്തിലൊന്നും നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറയാൻ പറ്റത്തില്ല. അടുത്തത്, transfer function is independent of the input of the system. It depends upon the internal structure. ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ അതിൻ്റെ ഇൻപുട്ടിൻ്റെ മേലെ അത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻപുട്ടിൻ്റെ മേലെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. എന്ത് ഇൻപുട്ട് കൊടുത്താലും അതിൻ്റെ കറസ്പോണ്ടിങ് അത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തോളും. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് ഇൻപുട്ട്. അത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ശരിക്കും അതിൻ്റെ ഇൻറ്റേർണലി അതിൻ്റെ ആ ഇൻബിൽട്ട് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിൻ്റെ മേലാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ച് പോൾസും സീറോസും കണ്ടുപിടിക്കാൻ പറ്റും. അത് ഇപ്പോൾ നമുക്ക് നോക്കാമേ എങ്ങനെയാണ് പോൾസും സീറോസും ഒക്കെ കണ്ടുപിടിക്കുന്നതെന്ന്. പിന്നെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. സിസ്റ്റം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ മാർജിനലി സ്റ്റേബിൾ ആണോ അതെല്ലാം നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അത് വെച്ച് നമുക്ക് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഫോർ എനി ഗിവൻ ഇൻപുട്ട്. ഏത് ഇൻപുട്ടിനും നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അത് വെച്ച് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് ട്രാൻഷ്യൻ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അത് നമുക്ക് അടുത്ത സെഷൻസിലൊക്കെ നോക്കാമേ എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്, എന്താണ് ട്രാൻഷ്യൻ റെസ്പോൺസ് എന്നൊക്കെ. ഓക്കെ, ഒരു കാര്യം കൂടെ പറയണ്ടേ. ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ ഇപ്പോൾ സപ്പോസ് ഇത് G H, ഇത് നമ്മളെ ഇൻപുട്ട് R of S, ഇത് പോസിറ്റീവ് നെഗറ്റീവ്, ഇത് ഔട്ട്പുട്ട് C of S. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ നോക്കിയായിരുന്നല്ലോ. C of S by R of S എന്തായിരുന്നു? C of S by R of S. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഗിവൻ ബൈ G ഡിവൈഡഡ് ബൈ 1 പ്ലസ് GH. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഈ C of S by R of Sനെ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ G of S H of S ആണ് നമ്മളെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ പ്രോഡക്റ്റ് ആണ് എന്ത്? ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇത് മനസ്സിലാക്കി വെക്കുക. ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് G ഡിവൈഡ് ബൈ 1 പ്ലസ് GH ആണ്. പക്ഷേ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇത് രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആണ്. Gയും Hൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആണ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോക്കാമേ. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ലീനിയർ ആൻഡ് ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം.
അല്ലേ? അപ്പം നോൺ ലീനിയർ സിസ്റ്റം ആണെങ്കിലോ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ ടൈം വേരിയൻറ്റ് സിസ്റ്റം ആണെങ്കിലോ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് LTI സിസ്റ്റത്തിന് മാത്രമേ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറ്റുള്ളൂ. അടുത്ത എന്താണ്, അത് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഓൺലി വെൻ ഇനീഷ്യൽ കണ്ടീഷൻസ് ആർ 0. അപ്പോൾ നോൺ സീറോ ഇനീഷ്യൽ കണ്ടീഷൻസ് ആണെങ്കിലോ അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കാൻ പറ്റത്തില്ല. It does not give any idea about the internal state of the system. നമുക്ക് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ ഇപ്പോൾ ഇതാണല്ലോ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നമുക്ക് ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ടാവും. ഇൻപുട്ട് എന്ന് വെച്ചാൽ R(s), ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ C(s). അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് അറിയാൻ പറ്റും, ഇൻപുട്ട് അറിയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്, അതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റേറ്റിനെ കുറിച്ച് നമുക്ക് ഒരു അറിവും ഇല്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മളിപ്പോൾ നോക്കിയാൽ ഇതിൽ നമ്മൾ R(s) കൊടുത്തു, C(s) കൊടുത്തു. ഇത് എത്ര ഇൻപുട്ടാണ്? ഒറ്റ ഇൻപുട്ട്, ഒറ്റ ഔട്ട്പുട്ട്. സോ ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റം. ഇപ്പോൾ SISO സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാൻ പറ്റുള്ളൂ. SISO എന്ന് വെച്ചാൽ സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റം. അടുത്ത നമുക്ക് പോൾസ് ആൻഡ് സീറോസ് എന്താണെന്ന് മനസ്സിലാക്കാമേ. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. സേ transfer function is equal to k s minus z1 s minus z2 s minus z3 etc. divided by s minus p1 s minus p2 s minus p3 etc. എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ഇതിന് നമുക്ക് പോൾസും സീറോസും വേണം. അപ്പോൾ പോൾസും സീറോസും കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് സീറോസ് നോക്കാം. ആദ്യം സീറോസിന് വേണ്ടി ദ ന്യൂമറേറ്റർ ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഇക്വേറ്റഡ് ടു 0. നമ്മൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ന്യൂമറേറ്ററിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? k s minus z1 s minus z2 s minus z3 etc. is equated to 0. അപ്പോൾ എനിക്ക് എസിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ് കിട്ടുന്നത്? എസ് ഇസ് ഈക്വൽ ടു Z1 കിട്ടും, Z2 കിട്ടും, Z3 കിട്ടും എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ സീറോസ് എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് എസ് വെൻ ദ ന്യൂമറേറ്റർ ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഇക്വേറ്റഡ് ടു 0. ന്യൂമറേറ്ററിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എസിൻ്റെ വാല്യൂസിനെയാണ് നമ്മൾ സീറോസ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ പോൾസ് എന്തായിരിക്കും? ഇത് ന്യൂമറേറ്ററിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടിയേ. അപ്പോൾ ഡെനോമിനേറ്റർ ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഇക്വേറ്റഡ് ടു 0. നമ്മൾ ഡെനോമിനേറ്ററിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസ് മൈനസ് P1 എസ് മൈനസ് P2 എസ് മൈനസ് P3 എക്സെട്ര മൾട്ടിപ്ലിക്കേഷൻ ആണേ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് എസ് എന്താ കിട്ടുക? എസ് ഇസ് ഈക്വൽ ടു P1, P2, P3 എക്സെട്ര. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ന്യൂമറേറ്ററിനെ ഇക്വേറ്റ് ചെയ്താൽ എസിൻ്റെ വാല്യൂസ് 0, ഡെനോമിനേറ്ററിനെ ഇക്വേറ്റ് ചെയ്താൽ എസിൻ്റെ വാല്യൂസ് എന്താണ്? പോൾസ് ആയിട്ടാണ് കിട്ടുന്നത്. ഇനി അടുത്ത നമുക്ക് ഓർഡർ ആൻഡ് ടൈപ്പ് ഓഫ് എ സിസ്റ്റം നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. സപ്പോസ് എൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ s+2 ഡിവൈഡഡ് ബൈ s² s+5 s+9 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ടൈപ്പും ഓർഡറും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പോൾസ് ആണ് ടൈപ്പും ഓർഡറും തീരുമാനിക്കുന്നത്. ഓക്കെ, ടൈപ്പ് ആൻഡ് ഓർഡർ ആർ ഡിസൈഡഡ് ബൈ ദ പോൾസ്. ഓക്കെ, അപ്പോൾ എൻ്റെ പോൾസ് ഒന്ന് കണ്ടുപിടിക്കാമേ. അപ്പോൾ പോൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെനോമിനേറ്ററിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ്. s+5 s+9 is equal to 0. അപ്പോൾ നമുക്ക് s is equal to 0 കിട്ടും, s is equal to 0 കിട്ടും, s is equal to -5 കിട്ടും, s is equal to -9 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര പോൾസ് ഉണ്ട്? 2 പോൾസ് അറ്റ് ഒറിജിൻ ഉണ്ട്, ഒരു പോൾ അറ്റ് -5 ഉണ്ട്, ഒരു പോൾ അറ്റ് -9 ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4. ഓക്കെ, ഇനി അടുത്തത് നമ്പർ ഓഫ് പോൾസ് അറ്റ് ഒറിജിനിൽ എത്ര പോൾസ് ഉണ്ട്? ഒറിജിനിൽ 2 പോൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് പോൾ, ടോട്ടൽ നമ്പർ ഓഫ് പോൾ ഈസ് സെറ്റ് ടു ബി ദ ഓർഡർ ഓഫ് ദ സിസ്റ്റം ആൻഡ് നമ്പർ ഓഫ് പോൾസ് അറ്റ് ദി ഒറിജിൻ ഈസ് സെറ്റ് ടു ബി ദ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് എങ്ങനെയാ മനസ്സിലാക്കുക? ദ നമ്പർ ഓഫ് പോൾസ് അറ്റ് ദി ഒറിജിൻ. പോൾസ് എത്ര പോൾസ് ഒറിജിനിലുള്ള? 2 പോൾസ് ഉണ്ട് ഒറിജിനിൽ. ഓക്കെ, അപ്പൊ അതിന്റെ ടൈപ്പ് എന്താണ്? ഇറ്റ് ഇസ് എ ടൈപ്പ് 2 സിസ്റ്റം.
ഓർഡർ എത്രയാ? എത്ര പോൾസ് ഉണ്ട്? 1 2 3 4 പോൾസ് ഉണ്ട്. സോ ഇറ്റ് ഇസ് എ ടൈപ്പ് 2 ഓർഡർ 4 സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് പോൾസ് ഓൺ ദ ഒറിജിൻ വിൽ ഡിസൈഡ് ദ ടൈപ്പ് ഓഫ് ദ സിസ്റ്റം ആൻഡ് ദ നമ്പർ ഓഫ് പോൾസ് വിൽ ഡിസൈഡ് ദ ഓർഡർ ഓഫ് ദ സിസ്റ്റം. ഇനി അടുത്തത് സെൻസിറ്റിവിറ്റി ആണേ. അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ നമ്മളൊരു സിസ്റ്റം, ഒരു കൺട്രോൾ സിസ്റ്റം, അത് ഒരിക്കലും ചേഞ്ച് ഇൻ പാരാമീറ്റേഴ്സിലോട് സെൻസിറ്റീവ് ആയിരിക്കത്തില്ല. ഇറ്റ് ഈസ് നോൺ സെൻസിറ്റീവ് ടു ചേഞ്ച് ഇൻ പാരാമീറ്റേഴ്സ്, ബട്ട് ഇറ്റ് ഷുഡ് ബി സെൻസിറ്റീവ് ടു ദ ഇൻപുട്ട്. ഇൻപുട്ട് മാറുമ്പോഴത്തേക്ക് എൻ്റെ ഔട്ട്പുട്ട് മാറണം, പക്ഷേ എൻ്റെ പാരാമീറ്റേഴ്സ് മാറുന്നതനുസരിച്ച് ഔട്ട്പുട്ടിൽ വ്യത്യാസം വരാൻ പാടില്ല. അതാണ് ഒരു ഗുഡ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. ഇൻപുട്ട് മാറുമ്പോഴത്തേക്ക് എന്തായാലും ഔട്ട്പുട്ട് മാറണമല്ലോ, പക്ഷെ സിസ്റ്റത്തിൻ്റെ ജിയും എച്ചും, ജി എന്ന് വെച്ചാൽ എൻ്റെ ഫോർവേഡ് പാത്ത് ഗെയിനും എച്ച് എന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് ഗെയിനും, അത് മാറുന്നതനുസരിച്ച് സിസ്റ്റം മാറാൻ പാടില്ല. എന്നാലും കുറച്ച് വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ എന്താണെന്ന് നോക്കാം, എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സെൻസിറ്റിവിറ്റി വിത്ത് റെസ്പെക്ട് ടു ജി. സെൻസിറ്റിവിറ്റി വിത്ത് റെസ്പെക്ട് ടു ജി. നമ്മുടെ സിസ്റ്റം ഇതാണേ, ഇത് നമ്മളെ സിസ്റ്റം. ഇതിൽ എന്തൊക്കെയുണ്ട്? ഇത് ജി ഉണ്ട്, ഇത് എച്ച് ഉണ്ട്. ഓക്കെ, ഇത് ഇൻപുട്ടാണ്, ഇത് ഔട്ട്പുട്ടാണ്. ഇത് പ്ലസും മൈനസും ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഇത്, എൻ്റെ പാരാമീറ്റേഴ്സ് ഇതാണ്. ഓക്കെ, ജിയും എച്ചും ആണ് എൻ്റെ പാരാമീറ്റേഴ്സ്. ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ച് ഔട്ട്പുട്ട് മാറണം, പക്ഷെ ചേഞ്ച് ഇൻ ജിയും എച്ചിൻ്റെ അനുസരിച്ച് ഔട്ട്പുട്ട് മാറാൻ പാടില്ല. പക്ഷെ ചെറുതായിട്ട് മാറുന്നുണ്ട്. അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെൻസിറ്റിവിറ്റി വിത്ത് റെസ്പെക്ട് ടു ജിൻ്റെ ഫോർമുല എന്ന് വെച്ചാൽ, ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. എസ് ജി, സെൻസിറ്റിവിറ്റി വിത്ത് റെസ്പെക്ട് ടു ജി ആണ് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി എച്ച്. ഇനി അടുത്ത എന്താണ്? സെൻസിറ്റിവിറ്റി. ഇത് ഓർത്ത് വെക്കണേ. സെൻസിറ്റിവിറ്റി വിത്ത് റെസ്പെക്ട് ടു ജി ഇസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ജി എച്ച്. ഇനി സെൻസിറ്റിവിറ്റി വിത്ത് റെസ്പെക്ട് ടു എച്ച്, എസ് എച്ച് വരുമ്പോൾ മൈനസ് ജി എച്ച് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി എച്ച് ആണ്. ഇതാണ് സെൻസിറ്റിവിറ്റി വിത്ത് റെസ്പെക്ട് ടു എച്ച്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എച്ച് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മൈനസ് സൈൻ വരുന്നുണ്ട്. അപ്പോൾ മൈനസ് സൈൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എച്ച് ഇൻക്രീസ് ആവുകയാണെങ്കിൽ എൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ വാല്യൂ കുറയും. എച്ച് ഡിക്രീസ് ആവുകയാണെങ്കിൽ എൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻക്രീസ് ആവും. എന്ന് വെച്ചാൽ എൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഹൈലി സെൻസിറ്റീവ് ടു എച്ച്. എച്ചിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് മോർ സെൻസിറ്റീവ് ടു എച്ച് ദാൻ ജി. അത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടായിരുന്നു. വിച്ച് പാരാമീറ്റർ ഈസ് മോർ സെൻസിറ്റീവ്, ജി ഓർ സോറി ടു വിച്ച് പാരാമീറ്റർ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് മോർ സെൻസിറ്റീവ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇതിൽ ഏത് പാരാമീറ്ററിലാണ് കൂടുതൽ സെൻസിറ്റീവ്? സോ ഇറ്റ് ഈസ് മോർ സെൻസിറ്റീവ് ടു എച്ച്. കാരണം ഇവിടെ നെഗറ്റീവ് സൈൻ വന്നുകൊണ്ടാണ്. ഈ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല, ഈ ഫോർമുല മാത്രം ഓർത്ത് വയ്ക്കുക. എന്നിട്ട് ഇത് മനസ്സിലാക്കുക, ദാറ്റ് ദ സിസ്റ്റം ഈസ് മോർ സെൻസിറ്റീവ് ടു എച്ച്, ചേഞ്ച് ഇൻ എച്ച്. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാമേ. ഫസ്റ്റ്, ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇഫ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഈസ് ഇ റേസ് ടു മൈനസ് 2t. അപ്പോൾ ഇ റേസ് ടു മൈനസ് 2t ആണ് എൻ്റെ ഇമ്പൾസ് റെസ്പോൺസ്. എൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ 2 ഫോർമുല പഠിച്ചായിരുന്നു. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻ ലാപ്ലാസ് പ്രൊവൈഡഡ് ഇനീഷ്യൽ കണ്ടീഷൻ ഈസ് 0, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ ഇമ്പൾസ് റെസ്പോൺസ് അല്ലേ. അപ്പോൾ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് തന്നിട്ടുണ്ട് ഇ റേസ് ടു മൈനസ് 2t. ഇതിൻ്റെ ലാപ്ലാസ് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? എസ് പ്ലസ് 2. ഇ റേസ് ടു മൈനസ് 18ൻ്റെ ലാപ്ലാസ് ഈസ് വാട്ട്? 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എ. അപ്പോൾ നമ്മൾ സിഗ്നൽസ് നോക്കിയതാണേ. അപ്പം ഇ റേസ് ടു മൈനസ് 2tൻ്റെ ലാപ്ലാസ് ഈസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2. അടുത്ത് നോക്കാം. വാട്ട് വിൽ ബി ദ ഇമ്പൾസ് റെസ്പോൺസ് ഇഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എ. ഇത് തിരിച്ചാണ് തന്നിരിക്കുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഇമ്പൾസ് റെസ്പോൺസ് ഇഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് സോ ആൻഡ് സോ. അപ്പോൾ നമുക്ക് ഫോർമുല അറിയാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ദ ലാപ്ലാസ് ഓഫ് എച്ച് ഓഫ് ടി, ദാറ്റ് ഇസ് ദ ഇമ്പൾസ് റെസ്പോൺസ്. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 1 ബൈ എസ് പ്ലസ് എ ഇസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് ടി.
എനിക്ക് എച്ച് ഓഫ് ടി ആ വേണ്ടിയേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലാപ്ലാസ് ഇൻവേഴ്സ് എടുക്കണം. അപ്പോൾ ടേക്കിംഗ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ് നമുക്ക് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് എ, ഇവിടെ എച്ച് ഓഫ് ടി കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ എച്ച് ഓഫ് ടി കിട്ടാൻ പോകുന്നത്? ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് എൻ്റെ ഫോർമുല എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ ടി. ഇതാണ് നമ്മളെ ഇമ്പൾസ് റെസ്പോൺസ്. അടുത്തത്, ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇഫ് ദ സ്റ്റെപ്പ് റെസ്പോൺസ് ഇസ് ഇ റേസ് ടു മൈനസ് ടി. ഇതിലെന്താ ചോദിച്ചേക്കുന്നത്? ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ സ്റ്റെപ്പ് റെസ്പോൺസ് ആണ്, ഇമ്പൾസ് റെസ്പോൺസ് അല്ല, സ്റ്റെപ്പ് റെസ്പോൺസാണ് പറഞ്ഞിരിക്കുന്നത്. ഇ റേസ് ടു മൈനസ് ടി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ സിസ്റ്റം. ഓക്കെ, ഇതിൽ ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്? ഓക്കെ, സ്റ്റെപ്പ് റെസ്പോൺസാ. സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് വെച്ചാൽ ഔട്ട്പുട്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇ റേസ് ടു മൈനസ് ടി ആണ്. എപ്പോഴാണ് കിട്ടുന്നത്? വെൻ ദ ഇൻപുട്ട് അപ്ലൈഡ് ഈ സ്റ്റെപ്പ് കൊടുത്താലല്ലേ സ്റ്റെപ്പ് റെസ്പോൺസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ഇൻപുട്ട് സ്റ്റെപ്പാണ്. അപ്പോൾ സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ടി കിട്ടി. ഇനി ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ ലാപ്ലാസ് അറിഞ്ഞിരിക്കണേ, ഇതിൻ്റെ. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താ? ലാപ്ലാസ് ഓഫ് ഔട്ട്പുട്ട് ഇ റേസ് ടു മൈനസ് ടി ഡിവൈഡ് ബൈ ലാപ്ലാസ് ഓഫ് ഇൻപുട്ട് യു ഓഫ് ടി. അപ്പോൾ ഇ റേസ് ടു മൈനസ് ടീൻ്റെ ലാപ്ലാസ് എന്താ? 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് എ. എസ് പ്ലസ് എ ആണ്, പക്ഷെ ഇവിടെ എനിക്ക് മൈനസ് ഇ റേസ് ടു മൈനസ് ടി അല്ലേ. അപ്പോൾ 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 ഡിവൈഡ് ബൈ യു ഓഫ് ടി എന്താ? യു ഓഫ് ടീൻ്റെ ലാപ്ലാസ് എന്ന് വെച്ചാൽ 1 ബൈ എസ് ആണ്. അപ്പോൾ എസ് മുകളിൽ പോവും, എസ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1. ഇതാണ് നമ്മളെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ലാപ്ലാസ് ഓഫ് ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 1 ആണേ. അതേപോലെ ലാപ്ലാസ് ഓഫ് യു ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 ബൈ എസ്. ലാപ്ലാസ് ഓഫ് ആർ ഓഫ് ടി റാമ്പ് ഇസ് ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ. ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു എ ടി ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ എസ് മൈനസ് എ. ഇതൊക്കെ ബേസിക് ആണ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സ്റ്റെപ്പ് റെസ്പോൺസ് ഇഫ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഇസ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് റെസ്പോൺസ് കണ്ടുപിടിക്കണം. ഇഫ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഇസ് ഇ റേസ് ടു മൈനസ് ടി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇമ്പൾസ് റെസ്പോൺസ് ആണ് തന്നിരിക്കുന്നത്, അതിൽ നമുക്ക് സ്റ്റെപ്പ് റെസ്പോൺസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തത് ഇമ്പൾസ് റെസ്പോൺസ് ആവണമെങ്കിൽ കൊടുക്കുന്ന ഇൻപുട്ട് എന്തായിരിക്കും? ഇമ്പൾസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇമ്പൾസ് കൊടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഇ റേസ് ടു മൈനസ് ടി ആണ്. അപ്പോഴത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ലാപ്ലാസ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ലാപ്ലാസ് ഓഫ് ഇൻപുട്ട്. അപ്പോൾ ലാപ്ലാസ് ഓഫ് ഔട്ട്പുട്ട് എന്താ? 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1. ഡെൽറ്റ ടിൻ്റെ ലാപ്ലാസ് 1 ആണ്. 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 എന്ന് കിട്ടി. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷനേ ആയിട്ടുള്ളൂ, എനിക്ക് സ്റ്റെപ്പ് റെസ്പോൺസ് വേണം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് വെച്ചാൽ ഇൻപുട്ട് എന്തായിരിക്കണം? സ്റ്റെപ്പ് യു ഓഫ് ടി. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എനിക്കറിയാം 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 1. ഇനി എനിക്ക് എന്താ വേണ്ടിയ? ഔട്ട്പുട്ട് വേണം അല്ലേ? സി ഓഫ് ടി. അപ്പോൾ യു ഓഫ് എസ് എൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്തായിരിക്കും? എൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു സി ഓഫ് എസ് ബൈ യു ഓഫ് എസ്. അപ്പോൾ ഇതെനിക്ക് അറിയത്തില്ല, സി ഓഫ് എസ് അറിയത്തില്ല. അപ്പോൾ സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻറ്റു യു ഓഫ് എസ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എനിക്കറിയാം 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1. യു ഓഫ് എസ് എന്താ? 1 ബൈ എസ്. ലാപ്ലാസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഇസ് 1 ബൈ എസ്. ഓക്കെ, അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോൾ ലാപ്ലാസിലാണ് എനിക്ക് റെസ്പോൺസ് ആ ചോദിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് വെച്ചാൽ എനിക്ക് സി ഓഫ് ടി ആ വേണ്ടിയേ. അപ്പോൾ സി ഓഫ് ടി കിട്ടണമെങ്കിൽ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ്. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1. അതിൻ്റെ എയും ബിയും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇസ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എ നമുക്ക് കിട്ടുന്ന 1 ആണേ. 1 ബൈ എസ് പ്ലസ് ബി കിട്ടുന്നത് -1 ബൈ എസ് പ്ലസ് 1.
അതിൻ്റെ സൊല്യൂഷൻ എന്താ? ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s is 1 മൈനസ് എൻ്റെ ഇ റേസ് ടു മൈനസ് ടി. ഇതാണ് നമ്മളെ സൊല്യൂഷൻ. ഓക്കെ, ഇത് ഇച്ചിരി ലെന്തിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഷോർട്ട് കട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് സ്റ്റെപ്പ് റെസ്പോൺസ് കണ്ടുപിടിക്കണം. ഇത്രമാത്രം സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ആദ്യം നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. എൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇൻപുട്ട് മാറ്റി സ്റ്റെപ്പാക്കി. അതിൽ നിന്നാണ് നമ്മൾ എൻ്റെ റെസ്പോൺസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഷോർട്ട് കട്ട് എന്താണെന്ന് നോക്കാം. ഷോർട്ട് കട്ട് നമ്മളിപ്പോൾ എന്താ വേണ്ടി? നമുക്ക് സ്റ്റെപ്പ് റെസ്പോൺസാണ് വേണ്ടി. അപ്പോൾ സ്റ്റെപ്പ് റെസ്പോൺസ് ഇസ് ഈക്വൽ ടു ഇമ്പൾസ് റെസ്പോൺസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇമ്പൾസ് റെസ്പോൺസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഫ്രം വേർ 0 to t വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റ അടിക്ക് കിട്ടും. നോക്കാം. ഇപ്പോൾ സ്റ്റെപ്പ് റെസ്പോൺസ് എന്താ കിട്ടുക? സ്റ്റെപ്പ് റെസ്പോൺസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to t. ഇമ്പൾസ് റെസ്പോൺസ് എന്താ? ഇ റേസ് ടു മൈനസ് ടി. അപ്പോൾ ഇ റേസ് ടു മൈനസ് ടീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്ത് എനിക്ക് എത്തും? മൈനസ് ഇ റേസ് ടു മൈനസ് ടി ലിമിറ്റ്സ് 0 to t അല്ലേ? അപ്പോൾ എന്താ? മൈനസ് ഇ റേസ് ടു മൈനസ് ടി പ്ലസ് ഇ റേസ് ടു 0. ഇ റേസ് ടു 0 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി എന്ന് കിട്ടി. ഇതും നോക്കിയ സെയിം സൊല്യൂഷനാണ്. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ അടിക്ക് ഈ ഷോർട്ട് കട്ട് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒറ്റ അടിക്ക് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത് നോക്കാം. ഫൈൻഡ് ദ സ്റ്റെപ്പ് റെസ്പോൺസ് ഇഫ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഇസ് 16 e raised to minus 2t minus 8 e raised to minus t. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് സ്റ്റെപ്പ് റെസ്പോൺസ് കണ്ടുപിടിക്കണം. എന്ത് തന്നിട്ടുണ്ട്? ഇമ്പൾസ് റെസ്പോൺസ്. അപ്പോൾ നമുക്ക് ആ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് റെസ്പോൺസ് ഇസ് ഈക്വൽ ടു integral 0 to t the impulse response 16 e raised to minus 2t minus 8 e raised to minus t. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 16 ഇ റേസ് ടു മൈനസ് 2t ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു മൈനസ് 2t ബൈ മൈനസ് 2. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ്സ് എന്താ? 0 to t. മൈനസ് 8 ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1. ലിമിറ്റ് 0 to t. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 16 by 2 with a minus sign e raised to minus 2 minus e raised to 0. ഈ മൈനസും മൈനസും പോയി പ്ലസ് e raised to minus t minus e raised to 0. അപ്പോൾ ഇത് കട്ടായിപ്പോയി 8 ആണ് കിട്ടുന്നത്. അപ്പം മൈനസ് 8 ഇ റേസ് ടു മൈനസ് 2t മൈനസും മൈനസും പ്ലസ് 8 ഇ റേസ് ടു 0 1 ആണല്ലോ. പ്ലസ് 8 ഇ റേസ് ടു മൈനസ് ടി ഇ റേസ് ടു 0 1. അപ്പം മൈനസ് 8. 8 ഉം 8ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് 8 ഇ റേസ് ടു മൈനസ് 2t പ്ലസ് 8 ഇ റേസ് ടു മൈനസ് ടി. ഇതാണ് നമ്മളെ സ്റ്റെപ്പ് റെസ്പോൺസ്. ഓക്കെ, ആ ഫോമുല ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ മറ്റേ രീതി ചെയ്താൽ ഒത്തിരി സമയം പോകും. അപ്പോൾ ഇതിലാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടും. അടുത്തത് ഒബ്റ്റെയിൻ ദ പോൾസ് ആൻഡ് സീറോസ് ഫോർ എ ഗിവൻ സിസ്റ്റം. ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്, അതിൻ്റെ പോൾസും സീറോസും കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ 3s plus 1 divided by ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു 3s plus 1 s square plus 3s plus 2. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സീറോസ് കണ്ടുപിടിക്കാം. അപ്പോൾ സീറോസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ന്യൂമറേറ്റർ ഇസ് ഈക്വേറ്റഡ് ടു 0. അപ്പോൾ 3s plus 1 ഇസ് ഈക്വേറ്റഡ് ടു 0. അപ്പോൾ s ഇസ് ഈക്വൽ ടു -1/3. ഇതാണ് നമുക്ക് കിട്ടുന്ന 0. ഇനി പോൾസ് നോക്കാം. പോൾസിന് വേണ്ടി s square plus 3s plus 2 ഈക്വൽ ടു 0. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ s plus 1 s plus 2 ഈക്വൽ ടു 0 or s is equal to -1 -2. ഇതാണ് നമ്മളെ പോൾസ്. അപ്പോൾ 2 പോൾസ് ഒരു 0. അടുത്തത് a negative feedback closed loop system is supplied to an input of 5 volt. The system has a forward gain of 1 and a feedback gain of 1. What is the output voltage? അപ്പോൾ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 5 വോൾട്ട് ആണ്. ഇത് 5, ഇത് പ്ലസ്, ഇത് മൈനസ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണല്ലോ. ജി പറഞ്ഞിരിക്കുന്നത് ദ ഫോർവേഡ് ഗെയിൻ ഇസ് 1 ആൻഡ് ദ ഫീഡ്ബാക്ക് ഗെയിൻ ഇസ് അഗെയിൻ 1.
ഔട്ട്പുട്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്? ഓക്കെ, അപ്പം നമുക്ക് ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് വെച്ചാൽ 5 ആണല്ലോ, ഇസ് ഈക്വൽ ടു ജി ഡിവൈഡ് ബൈ 1 പ്ലസ് ജി എച്ച്. കാരണം ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ജി എന്ന് വെച്ചാൽ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ജി ഇൻറ്റു എച്ച്, 1 ഇൻറ്റു 1 1. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എത്രയാ? 5/2 കിട്ടും. അപ്പോൾ എനിക്ക് 2.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്കിത് ഫോർ എ ക്ലോസ് ലൂപ്പ് സിസ്റ്റം ആണേ. ഇനി നമുക്ക് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം നോക്കാം. ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ ഇത് വരത്തില്ലല്ലോ. ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ ആ കൂടി ഇതേ ഉള്ളൂ, ജിയേ ഉള്ളൂ. അപ്പോൾ ഇൻപുട്ട് നമ്മൾ 5 കൊടുക്കുന്നു, ജീൻ്റെ വാല്യൂ എത്രയാ? 1. അപ്പോൾ ഔട്ട്പുട്ടിലും എനിക്ക് എന്താ കിട്ടുന്നത്? 5 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയാൽ 2.5 ആണ് ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ. പക്ഷേ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ഗെയിൻ എത്രയാ? ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് 5 ആണ്. ഇതിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കാമേ. ഗെയിൻ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. അപ്പോൾ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ഗെയിൻ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് വിച്ച് ഇസ് 2.5/5 ഇസ് ഈക്വൽ ടു 0.5 എന്ന് കിട്ടും. ഇനി ഓപ്പൺ ലൂപ്പിൻ്റെ ഗെയിൻ എന്തായിരിക്കും? 5/5 ഈക്വൽ ടു 1. അപ്പോൾ ഏതിൻ്റെ ഗെയിൻ ആണ് കൂടുതൽ? ഓപ്പൺ ലൂപ്പിൻ്റെ ഗെയിൻ ആണ് കൂടുതൽ. അപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കുക. ഫീഡ്ബാക്ക് വിൽ റെഡ്യൂസ് ദ ഓവറോൾ ഗെയിൻ. ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ നമ്മളെ ഗെയിൻ കുറയും. ഓക്കെ, കാരണം ഇവിടെ നോക്കിയേ, ഫീഡ്ബാക്ക് നമ്മൾക്ക് ഏതിലാണ് കൊടുത്തേക്കുന്നത്? ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിലാണല്ലോ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളെ ഗെയിൻ നോക്കിയേ 0.5 ആണ്. ഓപ്പൺ ലോ ഗെയിൻ 1 ആണ്. സോ വെൻ ഫീഡ്ബാക്ക് ഈസ് പ്രൊവൈഡഡ് the gain will decrease. ഗെയിൻ കുറയും. അടുത്തത്, in a feedback system, feedback is equal to minus 0.1 is used with a forward gain of 10. The sensitivity with respect to feedback and forward gain is. Okay, sensitivity ആണ് ചോദിച്ചിരിക്കുന്നത്. with respect to G and H ആണ്. അപ്പോൾ with respect to G ൻ്റെ ഫോർമുല എന്താ? 1 divided by 1 plus GH. അപ്പോൾ 1 divided by 1 plus G എത്രയാ? ഫീഡ്ബാക്ക് 0.1ഉം ഫോർവേഡ് ഗെയിൻ 10 ആണ്. അപ്പോൾ 10 into 0.1. അപ്പോൾ 1 divided by 1 plus 1 0.5 എന്ന് കിട്ടും. ഇനി സെൻസിറ്റിവിറ്റി വിത്ത് റെസ്പെക്ട് ടു എച്ച് വരുമ്പോഴോ മൈനസ് GH divided by 1 plus GH. അപ്പോൾ മൈനസ് G10 H 0.1 1 പ്ലസ് 10 into 0.1. ഇപ്പോൾ ന്യൂമറേറ്ററിൽ എന്താ കിട്ടുക? -1 ബൈ ഡെനോമിനേറ്റർ 2 അല്ലേ? അപ്പം -0.5. അപ്പോൾ സെൻസിറ്റിവിറ്റി ഇസ് -0.5.